ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നാളെ നിങ്ങളുടെ വീട്ടിലേക്ക് 2030 നിന്ന് ഒരു പോസ്റ്റ് കാർഡ് വരുന്നു. അതിലെന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? അങ്ങനെയൊരു ഭാവിയെക്കുറിച്ചുള്ള ചില ഞെട്ടിക്കുന്ന പ്രവചനങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതും ടെക് ലോകത്തെ പ്രമുഖ ഗവേഷണ സ്ഥാപനമായ ഗാർട്ട്നറിന്റെ വാക്കുകളിലൂടെ. ഇതാണ് ആ പോസ്റ്റ് കാർഡിലെ ആദ്യത്തെ വരി. 2030 ഞാൻ ജീവിക്കുന്ന ലോകം നിങ്ങൾക്കറിയാവുന്ന ഒന്നല്ല. യാഥാർത്ഥ്യത്തിന്റെ ഘടന തന്നെ മാറിയിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ഒരു ആകാംക്ഷ തോന്നുന്നില്ലേ? എന്തായിരിക്കും ഇത്ര വലിയൊരു മാറ്റത്തിന് കാരണം? അതിനുള്ള ഉത്തരം ഒറ്റ വാക്കിലുണ്ട്: AI. അതെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമ്മളിപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഈ ടെക്നോളജി അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ ജീവിക്കുന്ന ലോകത്തെ തന്നെ മാറ്റിമറിക്കുമെന്നാണ് ഗാർട്ട്നർ പറയുന്നത്. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗാർട്ട്നർ പറയുന്ന ഏറ്റവും വലിയ, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഇതാണ്: ലോകം സിന്തറ്റിക് ആയി മാറുന്നു. എന്താ ഈ സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ? വളരെ ലളിതമാണ്. AI നിർമ്മിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ശബ്ദങ്ങളുമെല്ലാം അവ യാഥാർത്ഥ്യത്തിൽ നിന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്തത്ര റിയലിസ്റ്റിക് ആയിരിക്കും. അതായത്, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും സത്യമാണോ എന്ന് സംശയിക്കേണ്ടി വരുന്ന ഒരു പുതിയ കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിശ്വസനീയമായി തോന്നാം, അല്ലേ? പക്ഷേ സംഖ്യ ഇതാണ്: 90%. 2030 പുറത്തിറങ്ങുന്ന ഒരു വലിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ 90% നിർമ്മിക്കുന്നത് AI ആയിരിക്കാമെന്നാണ് ഗാർട്ട്നറിന്റെ പ്രവചനം. അതിന്റെ കഥ എഴുതുന്നതു മുതൽ അതിലെ താരങ്ങളെയും ലൊക്കേഷനുകളെയും വരെ ഒരു കമ്പ്യൂട്ടറിനുണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ സ്ക്രീനിൽ കാണുന്നതൊന്നും ഒരുപക്ഷെ യഥാർത്ഥത്തിൽ ഷൂട്ട് ചെയ്തതുപോലുമായിരിക്കില്ല. ഇന്നത്തെയും നാളത്തെയും മീഡിയ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഇന്നൊരു സിനിമ എടുക്കാൻ മനുഷ്യന്റെ ഒരുപാട് അധ്വാനവും കോടിക്കണക്കിന് രൂപയും വേണം. പക്ഷെ 2030 AIക്ക് അത് വളരെ കുറഞ്ഞ ചെലവിൽ ചെയ്യാൻ കഴിയും. ഇന്നത്തെ ക്രിയേറ്റിവിറ്റിക്ക് അതിൻ്റെതായ പരിധികളുണ്ട്. എന്നാൽ AIക്ക് മുന്നിൽ അനന്തമായ സാധ്യതകളാണ്. പക്ഷെ ഇവിടെയാണ് ഏറ്റവും വലിയൊരു ചോദ്യം വരുന്നത്: വിശ്വാസ്യതയുടെ കാര്യം. എല്ലാം AI ഉണ്ടാക്കുന്നൊരു ലോകത്ത് നമ്മൾ എന്തിനെയാണ് വിശ്വസിക്കുക? ഈ ഒരു ചോദ്യം അത് സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കും വരാൻ പോവുകയാണ്. പ്രത്യേകിച്ചും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക്. എല്ലാവർക്കുമുള്ള ഒരു പേടിയാണ്: AI വന്നാൽ നമ്മുടെയൊക്കെ ജോലി പോകുമോ എന്ന്. എന്നാൽ ഗാർട്ട്നർ പറയുന്നത് അതല്ല. AI നമ്മുടെ എതിരാളിയാവില്ല. പകരം നമ്മുടെ കഴിവുകളെ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഒരു സഹപ്രവർത്തകനായി മാറും. ഇതിനെയാണ് അവർ ഓഗ്മെന്റഡ് ഹ്യൂമൻ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ലക്ഷ്യം നമ്മളെ മാറ്റി AIയെ വെക്കുക എന്നതല്ല, മറിച്ച് നമ്മുടെ കഴിവിനോട് AIയുടെ കമ്പ്യൂട്ടിംഗ് ശക്തി കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പുതിയ സാധ്യതയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് ഒരു സൂപ്പർ പവർ കിട്ടുന്നതുപോലെ. ഈ പുതിയ രീതി എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. സ്റ്റെപ്പ് 1: നിങ്ങളൊരാശയം കൊടുക്കുന്നു. സ്റ്റെപ്പ് 2: ഒരു മനുഷ്യന് ചെയ്യാൻ ഒരുപക്ഷെ മാസങ്ങൾ വേണ്ടിവരുന്ന ജോലി, അതായത് ആയിരക്കണക്കിന് ഡിസൈനുകളോ കഥകളോ AI മിനിറ്റുകൾക്കുള്ളിലുണ്ടാക്കിത്തരുന്നു. ഇനി സ്റ്റെപ്പ് 3: അതിൽ നിന്ന് ഏറ്റവും മികച്ചത് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ വൈദഗ്ധ്യം ഉപയോഗിച്ച് അവസാന മിനുക്ക് പണികൾ ചെയ്യുന്നത് നിങ്ങൾ തന്നെ. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്രമാത്രം സമയമാണ് നമുക്ക് ലാഭിക്കാൻ പറ്റുന്നത്? അപ്പോ നമ്മുടെ വില എവിടെയാണ് കൂടുന്നത്? ആവർത്തന സ്വഭാവമുള്ള വിരസമായ ജോലികളൊക്കെ AI ഏറ്റെടുക്കുമ്പോൾ മനുഷ്യൻ കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നത് ക്രിയേറ്റിവിറ്റിയിലും സ്ട്രാറ്റജിയിലുമായിരിക്കും. അതായത്, ചിന്തിക്കാനും വലിയ തീരുമാനങ്ങൾ എടുക്കാനുമുള്ള നമ്മുടെ കഴിവിനായിരിക്കും ഭാവിയിൽ ഏറ്റവും കൂടുതൽ വിലയുണ്ടാവുക. ഓക്കെ, അപ്പം നമ്മൾ കാണുന്ന ലോകം സിന്തറ്റിക് ആകുന്നു, നമ്മുടെ ജോലിയിൽ AI ഒരു കൂട്ടാളിയാവുന്നു. ഈ ഒരു പുതിയ ലോകത്ത് നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ഈ വിശ്വാസ്യതയുടെ പ്രശ്നത്തിന് ഗാർട്ട്നർ ഒരു പരിഹാരം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്: AITRism. അതായത്, AIയിലുള്ള വിശ്വാസം, അതിലെ അപകടസാധ്യതകൾ, പിന്നെ സുരക്ഷ, ഇവയെല്ലാം കൈകാര്യം ചെയ്യാനുള്ളൊരു ചട്ടക്കൂടാണത്. ലളിതമായി പറഞ്ഞാൽ, AIയെ വഴിതെറ്റാതെ സുരക്ഷിതമായി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഒരു കൂട്ടം നിയമങ്ങൾ. ഇതിന്റെ ഗുണമെന്താണെന്നല്ലേ? 2026 ഈ AITRism ശരിയായി ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾക്ക് തെറ്റായ വിവരങ്ങൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ 80% വരെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് ഗാർട്ട്നറിന്റെ കണക്കുകൂട്ടൽ. അതായത്, കൂടുതൽ കൃത്യതയും വിശ്വാസ്യതയും ഉണ്ടാകും. അപ്പം 2030 പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കയ്യിൽ കരുതേണ്ടത്? ഇതാ ചില കാര്യങ്ങൾ. 1. നിങ്ങൾ AIയുമായാണോ സംസാരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. 2. കാണുന്നതെന്തും കണ്ണടച്ച് വിശ്വസിക്കാതെ അതിന്റെ ഉറവിടം പരിശോധിക്കുക. 3. യഥാർത്ഥ മനുഷ്യബന്ധങ്ങൾക്ക് കൂടുതൽ വില കൊടുക്കുക. 4. ഏറ്റവും പ്രധാനപ്പെട്ടതും, AIയെ ഒരു ശത്രുവായി കാണാതെ നമ്മുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു ടൂളായി ഉപയോഗിക്കാൻ പഠിക്കുക. നമ്മൾ തുടങ്ങിയത് 2030 നിന്നുള്ള ഒരു പോസ്റ്റ് കാർഡിൽ നിന്നാണല്ലോ.
ആ സന്ദേശം ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി ആ ഭാവിയെക്കുറിച്ച് ഒരവസാന വാക്ക്. ചുരുക്കി പറഞ്ഞാൽ 3 വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. 1, നമ്മുടെ ചുറ്റുമുള്ള ലോകം സിന്തറ്റിക്കായും മാറും. 2, നമ്മുടെ ജോലിരീതികൾ എഐയുമായി ചേർന്നായിരിക്കും. 3, ഇതിനെല്ലാം ഇടയിൽ വിശ്വാസം എന്ന വാക്കിന് പുതിയ അർത്ഥങ്ങൾ വരും. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഈ പോസ്റ്റ് കാർഡിൽ പറഞ്ഞ ഭാവി അതെവിടെയും എഴുതി വെച്ചിട്ടൊന്നുമില്ല. അതൊരു സാധ്യത മാത്രമാണ്. ആ ഭാവി നമ്മൾ ഓരോരുത്തരും ചേർന്ന് എഴുതേണ്ട ഒന്നാണ്. അപ്പൊ ചോദ്യം ഇതാണ്, ആ കഥ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് റോളായിരിക്കും അതിൽ ചെയ്യുക?